हाय मेरे प्यारे बच्चों, नमस्कार। आज हमको संसार पुस्तक है पाठभाग के बाकी भाग देखें। ये किसने लिखा हुआ पाठभाग है? जवाहरलाल नेहरू अपनी बेटी इंदिरा गांधी को लिखा हुआ खत है। ये खत का अंश है। इस अंश प्रेमचंद ने अनुवाद किया है। ओके, देखिए पेज नंबर 17। देखिए, ये तो तुम जानती ही हो कि ये धरती लाखों करोड़ों वर्ष पुरानी है और बहुत दिनों तक इसमें कोई आदमी न था. ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് പറയാണ്, ഏഹ്ത്തോ ഇതാണെങ്കിൽ തും ജാൻതി ഹോ, നിനക്കറിയുമോ കി ഏ ധർത്തി ലാഖോं കരോടോं വർഷ പുരാനി ഹെ, ഈ ഭൂമി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ പഴക്കമുണ്ട്, കോടിക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട്. അവർ ബഹുത്ത് ദിനോം തക്ക് ഇസ്മേ കോയി ആത്മീ നദി, അതുപോലെ തന്നെ ഇവിടെ മനുഷ്യവാസം കാലങ്ങളോളം, ബഹുത്ത് ദിനവും വളരെ കാലങ്ങളോളം തന്നെ ഇസ്മയും കോയി ആത്മീനഥ, ഒരു മനുഷ്യരും ഉണ്ടായിരുന്നില്ല. ആത്മീയം കെ പെഹലെ സിർഫ് ജാൻവർ, മനുഷ്യർക്ക് മുമ്പ് കേവലം കുറച്ച് മൃഗങ്ങൾ മാത്രമായിരുന്നു. അവർ ജാൻവരും സെ പെഹലെ, എന്നാൽ മൃഗങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിലോ एक ऐसा समय था, ഇപ്രകാരമുള്ളൊരു സമയമായിരുന്നു, ഒരു കാലഘട്ടമായിരുന്നു. ജബ് ഈസ് ധർത്തി പർ കോയി ജാനദാർ ചീസ് നദി, യാതൊരു ജീവജാലങ്ങളും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു മൃഗങ്ങൾക്ക് മുമ്പ് എന്നാണ് പറയുന്നത്. ആജ് ജബ് യഹ് ദുനിയ ഹർ तरह को जानवरों और आदमियों से भरी हुई, उस जमाने के ख्याल करना भी मुश्किल है जब यहाँ कुछ न था. എന്താ പറയുന്നത്? ആജ് ജബ് യഹ് ദുനിയ ഹർ തരഹ്കെ ജാൻവരും ഔർ ആത്മീയം സെ ഭരി ഹുയി ഹെ, അതായത് ഇന്ന് ഇന്ന് ഈ ലോകം ഹർ തരഹ്, ഓരോ തരത്തിലുള്ള മൃഗങ്ങളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഉസ് ജമാനെ കാ ഖ്യാൽ കർന ബി മുഷ്കിൽ ഹെ, അങ്ങനെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നത് തന്നെ മുഷ്കിൽ ഹെ, ബുദ്ധിമുട്ടാണെന്ന്. അതായത് ഇന്നത്തെ കാലത്ത് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഈ കാലഘട്ടത്ത്. ഇതൊന്നും ഇല്ലാത്ത അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അത് ചിന്തിക്കുമ്പോൾ തന്നെ മുഷ്കിൽ ഹെ. ജബ് ഹ കുച്നത, അതായത് ഇവിടെ യാതൊന്നും ഇല്ലാതിരുന്ന ഉസ് ജമാനേക്ക ഖ്യാൽ, ആ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുക തന്നെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. ലേക്കിൻ വിഖ്യാൻ जानने वालों और विद्वानों जिन्होंने इस विषय से खूब सोचा और पढ़ा है, എന്നാൽ വിഖ്യാൻ അറിവും, ജാന്നെ വാലോ എന്നാൽ ശാസ്ത്രത്തെക്കുറിച്ചും, അവർ വിദ്വാൻമാർ അല്ലേ പണ്ഡിതന്മാരും, ജിനോംനെ ഈസ് വിഷയിക്കോ, അവരെല്ലാവരും ഏതൊക്കെ ആൾക്കാരാണോ, ഏതെല്ലാം തരത്തിൽ പ്രശസ്തരായവരും വിദ്വാൻമാരും പണ്ഡിതന്മാരും അങ്ങനെയുള്ളവരൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് ഖൂബ് സോച്ച, നല്ലവണ്ണം ചിന്തിക്കുകയും അതുപോലെ പഠാഹെ പഠിച്ചിട്ടുമുണ്ട്, ലിഖാഹെ അതായത് വായിച്ചറിഞ്ഞിട്ടുമുണ്ട്, എഴുതിയിട്ടുമുണ്ട്. കി ഏക് സമയ ഏസാദ ജബ് ധർത്തി യഹ് ധർത്തി ബേഹദ് ഗർമീതി, അവരൊക്കെ വായിച്ചറിഞ്ഞിട്ടും എഴുതിയിട്ടും പഠിച്ചിട്ടും അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമയം ഏസാദ ഇപ്രകാരമായിരുന്നു ആ സമയം. ജബ് യഹ് ധർത്തി ബേഹദ് ഗർമീതി, അതായത് എന്തായിരുന്നു സമയത്തിൻ്റെ പ്രത്യേകത? ജബ് യഹ് ധർത്തി, എപ്പോഴാണോ ആ സമയം എങ്ങനെ ഉണ്ടായിരുന്നത്, ആ സമയത്ത് ധർത്തി ബേഹദ് അസഹനീയമായ ഗർമീതി ചൂട് ആയിരുന്നു അനുഭവപ്പെട്ടിരുന്നത്. അതായത് ഇവിടെ ജീവജാലങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ, ആ കാലഘട്ടത്തെക്കുറിച്ച് വിദ്വാൻമാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അവർ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടും അതുപോലെ വായിച്ചറിഞ്ഞിട്ടും എഴുതിയിട്ടും അല്ലേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു അത്? വളരെയധികം അസഹനീയമായ ചൂട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരുന്നു. और इस पर कोई जानदार चीज़ नहीं रह सकती, ആ സമയത്ത് ഇവിടെ നമ്മുടെ ധർത്തിയിലെ കോയി ജാനദാർ, ഒരു ജീവനുള്ള ജീവിക്കും വസ്തുവിനും നിഹി രഹ സക്തി, വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതായത് ആ ചൂട് അത്രയുമായിരുന്നു, അസഹനീയമായ ചൂടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരു ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഈ പണ്ഡിതന്മാരൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, और अगर हम उनकी किताबें पढ़ें
और पहाड़ों और जानवरों की पुरानी हड्डियों को गौर से देखें तो हमें ഗൂദ് മാലൂം होगा कि ऐसा समय ज़रूर रहा होगा. എന്താണ് പറയുന്നത്? അഗർ ഹം ഉൻകി കിതാബേം പഠേ, എന്നാൽ നമ്മൾ അവരുടെ പുസ്തകങ്ങൾ പഠിക്കുക. അതായത് ഇങ്ങനെയുള്ള ബുക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, അവർ ഗവേഷണമൊക്കെ നടത്തിയിട്ട് ആ പുസ്തകങ്ങൾ വായിക്കുകയും പഹാഡോം ഔർ ജാൻവരോം കി, കുന്നുകളും പർവ്വതങ്ങളുടെയൊക്കെ അവിടെയൊക്കെ ജാൻവരോം കി പുരാനി ഹഡ്ഡിയാം, മൃഗങ്ങളുടെ പഴയ ഫോസിലുകൾ അല്ലേ, എല്ലുകളൊക്കെ എന്താ പറയുക, ഗൗർ സേ ദേക്കേത്തോ, അതായത് വളരെ ശ്രദ്ധയോടെ നോക്കിയാൽ പരിശോധിക്കുകയാണ് എങ്കിൽ, ഗൗർ സേ എന്ന് പറഞ്ഞാൽ വളരെ കെയർഫുള്ളായിട്ട് നമ്മളത് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഹമേം ഗൂദ് മാലൂം ഹോ, നമുക്ക് നല്ലവണ്ണം മനസ്സിലാക്കാം, മനസ്സിലാക്കാം, കി ഏസാ സമയം ജരൂർ രഹാ ഹോഗ, എന്താണ് ഈ കാലഘട്ടം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെ? ഈ പണ്ഡിതന്മാർ, നേരത്തെ പറഞ്ഞ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അതുപോലെ അവരെഴുതി വെച്ചതൊക്കെ നമ്മൾ വായിക്കുക. അതുപോലെ തന്നെ പഴയ മൃഗങ്ങളുടെ എല്ലുകളൊക്കെ എവിടെ ഉണ്ടാവും? പഹാടുകളിലൊക്കെ മൃഗങ്ങളുടെ പഴയ എല്ലുകളും അതുപോലെ ഫോസിലുകളൊക്കെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അങ്ങനെയുള്ളൊരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്കത് അറിയാൻ കഴിയും എന്നാണ് പറയുന്നത്. ഓക്കെ, തും ഇതിഹാസ് കിതാബോമേ ഹി പഠ് സക്തി ഹോ, നിങ്ങൾ ചരിത്രം പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട് അല്ലേ? ചരിത്രം നമ്മൾ ഹിസ്റ്ററിയൊക്കെ ബുക്കിൽ നിന്നാണ് വായിച്ചിട്ടുള്ളത്. ലേക്കിൻ പുരാനെ ജമാനെ മേം തോ ആത്മീ പൈദാ ന ഹുവാദ കിതാബേം കോൺ ലിഖ്ത, എന്നാൽ പഴയ കാലഘട്ടത്തിലാണെങ്കിൽ മനുഷ്യർ പൈദാ ഹി ന ഹുവാദ, ജനിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. കിതാബേം കോൺ ലിഖ്ത, അങ്ങനെയാണെങ്കിൽ പുസ്തകങ്ങൾ ആരെഴുതി? തബ് ഹമയും ഉസ് ജമാനേക്ക് ബാത്തേം കൈസേ മാലൂം ഹോ, അപ്പോൾ ഹമയും നമ്മൾ ഉസ് ജമാനേക്ക് ബാത്തേം, ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ കൈസേ മാലൂം ഹോ, എങ്ങനെ അറിയാനാണ്? യഹ് തോ നഹീ ഹോ സക്താ ഹേ ഹം ബൈഠേ ബൈഠേ ഹർ ബാത്ത് സോച്ച് നികലെ, ഇതാണെങ്കിൽ നഹീ ഹോ സക്ത, നമുക്ക് അറിയാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഹം ബൈഠേ ഇരുന്നിട്ട്, അതായത് ഇരുന്നിരുന്ന് ഹർ ബാത്ത്, ഓരോ കാര്യങ്ങളും സോച്ച് നികാലെ, ചിന്തിച്ചെടുക്കണമെന്ന്. അതായത് നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കണ്ടെത്തുക എന്നത് എന്താണ്? ഏത്തോ നിഹി ഹോ സക്താ ഹെ, അത് സാധിക്കില്ല, അത് കഴിയില്ല, അസാധ്യമായ കാര്യമാണ് അതെന്ന്. ബഡേ മസേക്കി ബാത്ത് ഹോത്തി, ഇത് വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. എന്തെന്നാൽ ഹം ജോ ചീസ് ചാത്തെ, നമ്മൾ ഏതൊരു വസ്തുവാണോ ആഗ്രഹിക്കുന്നത്, സോച്ചിലേത്തെ, അത് ചിന്തിച്ചെടുക്കുക. അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നത്, അത് നമ്മൾ ആലോചിച്ച് കണ്ടെത്തുക. അവർ സുന്ദർ പരിയോം കി കഹാനിയം ഗഡിലേത്തെ, എന്നിട്ട് സുന്ദരികളായ പരിയോം മീൻസ് അപ്സരസുകൾ, സുന്ദരികളായ അപ്സരസുകളുടെ കഥകൾ രചിക്കുക. ഗഡിലേന രചിക്കുക. ലേക്കിൻ ജോ കഹാനി കിസി ബാത്ത് കോ ദേഖ് ബിനാ ഹി ഗഡ്ലി ജായ് വഹ് കൈസെ ടീക്ക് ഹോ സക്തി. ലേക്കിൻ ജോ കഹാനി, എന്നാൽ ആ കഹാനികളെ കിസി ബാത്ത് കോ, ഏതൊരു കാര്യമാണോ, ദേഖേ ബിന, കാണാതെ, ഗഡ്ലി രചിച്ചത് വ കൈസെ ടീക്ക് ഹോ സക്തി, ഏത് കഥകളാണ് ഈ അപ്സരസുകളെ കുറിച്ച് ഉണ്ടാക്കിയ കഥകൾ കാണാതെ രചിച്ചത്, അതെങ്ങനെ ടീക്ക് ഹോ സക്തി ഹോ, അതായത് അതെങ്ങനെ യഥാർത്ഥമാകും, സത്യമാകും, കണ്ടിട്ടൊന്നുമില്ലല്ലോ, അപ്പോൾ നമ്മൾ രചിച്ചതല്ലേ, അതെങ്ങനെ സത്യമാകും. ലേക്കിൻ ഖുഷി കി ബാത്ത് ഹെ, എന്നാൽ സന്തോഷത്തിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഉസ് പുരാനെ ജമാനയ്ക്ക് ലിഖി ഹുയി, ആ പഴയ കാലഘട്ടത്തിൽ ലിഖി ഹുയി എഴുതിയിട്ടുള്ള കിതാബേം ന ഹോനെ പർബി, കിതാബവും പുസ്തകങ്ങളൊന്നും ന ഹോനെ പർബി ഉണ്ടായിരുന്നില്ല, എന്നിട്ട് കൂടി കുച്ച് ഏസേ ചീസേ ഹെ, അത് പ്രകാരമുള്ള വസ്തുക്കളായിരുന്നു. ജിൻസേ ഹമേ ഉത്തനി ഹി ബാത്തേ മാലൂം ഹോത്തി ഹെ, അതായത് ആ കാലത്ത് രേഖപ്പെടുത്താൻ പുസ്തകങ്ങളൊന്നും ഇല്ല, എന്നാൽ പുസ്തകങ്ങളിൽ നിന്നെന്ന പോലെ, അതായത് പുസ്തകങ്ങൾ എന്ന പോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ മാലൂം ഹോത്തി അറിയാമായിരുന്നു. അതായത് ആ കാലത്ത് പുസ്തകങ്ങളില്ല, എന്നാൽ പുസ്തകങ്ങളിൽ നിന്നെന്ന പോലെ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു
മാലും ഹോത്തി ദി ജിത്തനി കിസി കിതാബും സെ ഹോത്തി. കിതാബുകൾ എന്ന പോലെ തന്നെ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അതെങ്ങനെയെന്ന് പറയുന്നത്, ഈ പഹാഡ്, സമുദ്ര, സിത്താരെ, നദിയാം, ജംഗൽ, അതായത് ഇവയിൽ നിന്നൊക്കെ അന്നത്തെ കാലഘട്ടത്തിലുള്ള പഹാഡുകളൊക്കെ എന്താണ് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. പഹാഡുകൾ ഏത് കാലഘട്ടത്തിൽ നിന്നൊക്കെ ഇന്നിപ്പോൾ അതൊക്കെ കണ്ടെത്താൻ നമുക്ക് കഴിയും. അതുപോലെ സമുദ്ര, സിത്താരെ, താരകൾ, നദിയാം, ജംഗിള്, അതുപോലെ ജാൻവരോം കി ഹഡ്ഡിയാം, പുരാനി ഹഡ്ഡിയാം, അവയുടെ ഫോസിലുകൾ, ഇതൊക്കെ നമുക്ക് ഇസി തരഹി ഓർ കിത്തനി ബി ചീസേം വേ കിതാബേമേം ജിൻസെ ഹമേം ദുനിയ കാ പുരാന ഹാൽ മാലും ഹോ സക്താ ഹെ. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് സമുദ്രങ്ങൾ, നക്ഷത്രങ്ങൾ, നദികൾ, വനങ്ങൾ, മൃഗങ്ങളുടെ ജാൻവരോം കി ഹഡ്ഡിയാം, പുരാനി ഹഡ്ഡിയാം, അവയുടെ എല്ലുകളൊക്കെ ഇപ്പോഴും അവശേഷിച്ച എന്തെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഉണ്ടായിരിക്കില്ലേ, അതൊക്കെ എടുത്തു നോക്കിയാൽ മുതലായവയൊക്കെ ഇതുപോലുള്ള വസ്തുക്കളെയെല്ലാം എടുത്തു നോക്കിയാൽ സീ തരഹ് ഇതുപോലുള്ള വസ്തുക്കളെ കിത്തനീഹി ചീസേ, അതുപോലെ എത്ര വസ്തുക്കൾ കിതാബേം ഹേ പുസ്തകങ്ങളിലുണ്ട്, ജിൻസേ അതിൽ നിന്നൊക്കെ ഹമേം ദുനിയാക്ക നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ദുനിയാക്ക പുരാന ഹാൽ പഴയ അവസ്ഥ, പഴയ നമ്മുടെ ലോകത്തിൻ്റെ കണ്ടീഷൻ മനസ്സിലാക്കാൻ നമുക്കിതിന്ന് കഴിയും എന്നാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് പറയുന്നത്. അതായത് പണ്ടുള്ള കാലത്തെക്കുറിച്ചൊക്കെ നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്നുണ്ട് ചരിത്രങ്ങൾ. എന്നാൽ പണ്ടുള്ളവർക്ക് അതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? അവർക്ക് ഇതുപോലെ ഗവേഷണം നടത്തിയ ആൾക്കാർ ഏതൊക്കെ, അതായത് നക്ഷത്രങ്ങൾ, നദികൾ, വനങ്ങൾ, അതുപോലെ പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, പണ്ടുള്ള മൃഗങ്ങളുടെ എല്ലുകൾ അല്ലേ, ഫോസിലുകളൊക്കെ കണ്ടെത്തിയിട്ടും അതിൽ നിന്നൊക്കെയാണ് കാലപ്പഴക്കങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ. അങ്ങനെ പുസ്തകങ്ങളിലേക്ക് എഴുതപ്പെട്ടിട്ടാണ് നമ്മൾ ആ പുസ്തകങ്ങളിൽ നിന്ന് ചരിത്രങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇതുകൂടി അറിഞ്ഞിരിക്കണം എന്നാണ് ജവഹർലാൽ നെഹ്റു തൻ്റെ മകളോട് പറയുന്നത്. ഇങ്ങനെയും കുറേ ആൾക്കാർ അഹോരാത്രം അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണല്ലോ നമ്മൾ പണ്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ. ഈ 2 പാരഗ്രാഫ് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. മീനിങ്ങും ഹോംവർക്കൊക്കെ എഴുതി സെൻഡ് ചെയ്യുക. ഓക്കെ.